കുടുംബ വഴക്കുകൾ, സാഹചര്യങ്ങൾ, മറ്റു തരത്തിലുള്ള വിഷമതകൾ, അതിനേക്കാൾ ഉപരി കുടുംബത്തിൻ്റെ പല വിഷയങ്ങൾ. കമ്പനി ചെയ്യുന്നവരുണ്ട്, ബൈ പ്രൊഫഷണലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാവരെയും അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ ചെയ്യുന്നവരുണ്ട്, ഏജൻസികളുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ അവരേക്ക് ആവശ്യിക്കട്ടെ. കൂട്ടുകൂടി കളക്റ്റീവായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്, അതിൽ പടരപ്പിണക്കങ്ങളിലുണ്ട് കൊണ്ട് പലപ്പോഴും അവരെ കൂട്ടവസാനിപ്പിച്ചിട്ട് പിരിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ എല്ലാ കടങ്ങളും വരുന്നവരുണ്ട്. കടം വീട്ടി അത് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നവരുണ്ട്, അതിന് സമ്മർദ്ദങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ മനസ്സ് പിരിമുറുക്കം കൊള്ളുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. വീട് നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, വീട് സ്ഥലം ഒരുമിച്ച് നഷ്ടപ്പെടുന്നവരുണ്ട്. കർത്താവ് അത് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളിൽ കർത്താവ് വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനങ്ങൾ പഠിച്ചിട്ട് അവരുടെ വിസ പഠനകാലം കഴിഞ്ഞപ്പോൾ എക്സ്പയർ ആകാൻ പോകുന്നു. അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല. അത് എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ്, നാട്ടിലാണെങ്കിൽ അവർക്ക് വല്ലാത്ത കടങ്ങൾ വന്നിരിക്കുന്നു. അവരെല്ലാവരും നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഭവനരഹിതരെ, വഴിയില്ലാത്തവരെ, സാമ്പത്തികമായ സുസ്ഥിതിയില്ലാത്തവരെ, ഒരു തൊഴിലും കാണാത്തവരെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ.